ഇത് നമ്മുടെ പാർട്ട് 4 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരുമായിരുന്നു. നേരത്തെ പരസ്യം വന്നു. അപ്പോൾ ഇത് പാർട്ട് 4 ആണ്. പാർട്ട് 4 എണ്ണ നമ്മൾ ചൂടാക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കാണാമല്ലോ, ക്ലിയർ ആക്കി കാണിച്ചൊന്ന്. ഓക്കെ, ഇവിടെ നമ്മുടെ ചുന്ദര കുട്ടപ്പനായ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുളകും ഉപ്പും ഇതെല്ലാം മഞ്ഞപ്പൊടി എല്ലാം തേച്ച് ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ചുന്ദര കുട്ടപ്പനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടാവട്ടെ. അപ്പം ഗായ്സ് ഇവിടെ എണ്ണ ചൂടായി വരികയാണ്. ഒന്ന് ക്ലിയർ ആക്കി കാണിച്ച് കാണാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ എണ്ണ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതേ ഇതിലേക്ക് നമുക്ക് ഒന്ന് ചെറിയ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ക്ലിയർ ആയി കാണിച്ചേ. ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് തുള്ളിയായിരുന്നു മുറിച്ചെടുത്തിട്ടുണ്ടേ. കാണാമല്ലോ. അപ്പം ഇതിനെ നമുക്കൊന്ന് ഇട്ട് നോക്കാം. നമുക്കറിയാൻ പറ്റുമല്ലോ. ക്ലിയർ ആക്കി കാണിച്ചോണേ. ക്ലിയർ ആക്കി കാണിക്കും ഇതിലോട്ട്. അപ്പം അതേ ആയി വരുന്നുണ്ട്. കണ്ടോ, ഇത് ബബിൾസായിട്ട് ആ ഒരു ചെറിയ പീസിലേക്ക് തന്നെ സൂം ചെയ്ത് കാണിച്ച് കൊടുക്കണം. തരണമല്ലോ. അപ്പോൾ കാണാമല്ലോ, ഇത് കണ്ടോ ആവുന്നുണ്ട്. ഇതാണ് ഈ ഒരു സാധനമാണ് നമ്മുടെ അത്. അപ്പോൾ ദേ ആയി വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി. ഇനി ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടെ മൊരിഞ്ഞ വരുന്നുണ്ട്. ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ഇടാം. ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒത്തിരി ഉരുളക്കിഴങ്ങുള്ളതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമോയെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിയർ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വിളക്കിക്കൊള്ളു. സാധാരണ ഒക്കെ തവിയിലാണ് ഇളക്കാറ് മിക്കവരും. ഞാനിവിടെ സ്പൂണിൽ വെച്ചാണ് ഇളക്കുന്നത്. ഇത് ക്ലിയർ ആക്കാൻ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒരു ഏകദേശമൊക്കെ ആയി വരട്ടെ, എന്നിട്ട് കഴിക്കാം. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ പാത്രമൊക്കെ കഴുകി വെക്കുവാണ്. വിമ്മാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ സാധനം നമ്മൾ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിക്കണം. എന്നാലേ ഇത് സെറ്റ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ലൊരു സോപ്പാണിത്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് എല്ലാ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകുവാണ്.